ആപ്കി അദാലത്തിൽ JDUവിന്റെ നേതാവായ നിതീഷ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പവറിന് വേണ്ടി ലക്ഷ്യങ്ങളിൽ കോംപ്രമൈസ് ആയി എന്നുള്ളതാണ്. നിതീഷ് സാർ, ഈ കുറ്റമാണ് ഇടയ്ക്കിടയ്ക്ക് താങ്കളുടെ മേൽ ആരോപിക്കപ്പെടുന്നത്. സാധാരണ ലാലു ചുമത്താറുണ്ടായിരുന്നു. താങ്കൾ കസേരയിൽ ഇരിക്കാൻ വേണ്ടി, മന്ത്രിയാകാൻ വേണ്ടി താങ്കൾ എങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കൂടെ കോംപ്രമൈസ് ആയെന്ന് വെച്ചാൽ അവരുടെ മേൽ വർഗീയ കുറ്റാരോപണമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ജനസംഘത്തെക്കുറിച്ചായിരിക്കാം. അവരുടെ കൂടെ സമാജ്വാദിയുണ്ട്, സാമ്യവാദിയുണ്ട്. ഞങ്ങൾ മുതിർന്നവരെല്ലാം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാമല്ലോ. എന്നുവച്ച് ഞങ്ങൾ ആദർശങ്ങളിൽ കോംപ്രമൈസ് ആയി എന്നൊന്നില്ല. കോൺഗ്രസിനെ എതിർക്കുന്ന പാർട്ടികളുമായി ഒരുമിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അത് തുടക്കം മുതലുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ എന്നും അങ്ങനെയാണ് കോംപ്രമൈസ് ആയത്. ഇത് ആദർശങ്ങളിലുള്ള കോംപ്രമൈസ് അല്ല. ഇതും കോംപ്രമൈസ് അല്ലേ? ആ പാർട്ടിയുടെ സർക്കാരിൽ ഇരുന്നുകൊണ്ട് തന്നെ താങ്കൾ ആ സർക്കാരിന്റെ വർഗീയ ചിന്തകളെ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ? ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. നിങ്ങൾ തന്ത്രപരമായി ചോദിക്കുകയാണ്. ഗുജറാത്തിലെ കലാപത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ അതാണ് പറയുന്നത്. അവിടുത്തെ ഗവൺമെന്റ് ഇതുപോലെയുള്ള കലാപങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്ന്. നിതീഷ് സാർ, ആപ്കി അദാലത്തിലേക്ക് ലാലു സാർ വന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, റെയിൽവേ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് നിതീഷ് കുമാർ ഗോദ്ര സംഭവത്തിനെ കുറിച്ച് എങ്ങനെയാണോ അന്വേഷിക്കേണ്ടത് ആ രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് പറയുന്നു. നോക്കൂ, ഇതൊക്കെ വെറും പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, അല്ലാതെ ഇതിൽ ഒരു കഴമ്പുമില്ല. സമയമാകുമ്പോൾ നിങ്ങൾക്കും ഇത് മനസ്സിലാവും. ആ എൻക്വയറി തന്നെ താങ്കൾ മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നാണ് ലാലു പറഞ്ഞിരിക്കുന്നത്. റെയിൽവേയിൽ എപ്പോ എന്ത് സംഭവം നടന്നാലും റെയിൽവേ ആക്ട് അനുസരിച്ച് കമ്മീഷണർ റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുണ്ട്. അത് അവരുടെ ജോലിയാണ്. അവരതിന്റെ എൻക്വയറി നടത്തും. അതിന് ആരുടെ ഉത്തരവും വേണ്ട, അവർ ചെയ്തോളും. പക്ഷേ അതിന്റെ ഒപ്പം ഇങ്ങനെയൊരു പ്രൊവിഷനുമുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് അന്വേഷണ കമ്മീഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ റെയിൽവേ സേഫ്റ്റി എൻക്വയറി നടത്തില്ല. ഗുജറാത്തിൽ എൻക്വയറി നടന്നുകൊണ്ടിരുന്നു. കമ്മീഷണർ ഓഫ് എൻക്വയറി ടീം ഉണ്ടാക്കി ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ. അതിൽ പിന്നെ കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ആരാണോ ഗോദ്ര ഇൻസിഡന്റ് യൂസ് ചെയ്തത് ആ മതവാദ ശക്തികളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇതിന് റെയിൽവേ ആയിട്ട് എന്ത് ബന്ധമുള്ളത്? ഗോദ്ര സംഭവത്തെ ആരെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളറിയും. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേറെ ഒരുപാട് രീതികളുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന് അങ്ങനെ എന്ത് അധികാരമുള്ളത്? നിതീഷ് സാർ, ലാലു പ്രസാദ് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാനിപ്പോൾ താങ്കൾക്ക് കാണിക്കാം. അതിനുശേഷം താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. വാട്ട് were the causes of the fire? Who were those persons? തീ വെച്ചത് ആരായിരുന്നു? Setting on fire. പുറത്തുനിന്ന് തീ വയ്ക്കുന്ന സംഭവം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാ, ഇറ്റ് ഈസ് ക്വയറ്റ് ഇംപോസിബിൾ. ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലുമാണ് തീ കൊടുത്തിരുന്നത് എങ്കിൽ, അറ്റ് ദ ടൈം ഓഫ് ഫയർ ദ വിൻഡോ ഓഫ് ദി എസ് കോച്ച് 6 വാസ് ക്ലോസ്ഡ്. ദ ഡോർ വാസ് ടൈറ്റ്. ദർ വേർ 59. അതിലുണ്ടായിരുന്ന 39 പാസഞ്ചേഴ്സ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു പരിക്കുകളും പറ്റാതെ തന്നെ. 4 പേര് അവരുടെ ജേണി ക്യാൻസൽ ചെയ്തു. 7 പേർക്ക് മൈനർ ഇഞ്ചുറി സംഭവിച്ചു. ഇഞ്ചേർഡ് ഇതിനേക്കാളും മുകളിലാണ്. ഇഞ്ചേർഡ് ഇതിനേക്കാളും മുകളിൽ, അല്ലാതെ താഴെയല്ല. തീ കത്തുകയാണെങ്കിൽ താഴെയാണ് തീ പിടിക്കുക. ഈ സത്യം ഞാൻ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗാർഡിന്റെ ഇവിടെ കുറച്ച് പൊള്ളിയിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെയും കുറച്ച്, പിന്നെ ദേ ഇവിടെയും ചെറുതായിട്ട്. പിന്നെ അത് ഒരു സിനിമയിൽ ഇതുപോലെ തന്നെ സംഭവിച്ചു. ഇത് അദ്ദേഹം പാർലമെന്റിൽ വെച്ച് സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് തമാശ രൂപേണയാണെങ്കിലും അതിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, ധാരാളം പേര് ആ ട്രെയിനിൽ നിന്ന് ഒരു പരിക്കും ഇല്ലാതെ പുറത്തേക്ക് വന്നിരുന്നു. പലരും അവരുടെ റിസർവേഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇത് എൻക്വയറി ചെയ്യേണ്ടത് റെയിൽവേ മിനിസ്റ്ററിന്റെ ഉത്തരവാദിത്വമല്ലേ? എല്ലാവർക്കെതിരെയും അന്വേഷണം ഉണ്ടായല്ലോ. അദ്ദേഹം പറയുന്നത് മുഴുവൻ നുണയാണ്. ഞങ്ങൾ ഈ വിവരം പാർലമെന്റിൽ കൊടുത്തതാണ്. ഞങ്ങൾ പാർലമെന്റിൽ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ 6 കമ്പാർട്ട്മെന്റുകളിലും ആരൊക്കെയാണ് യാത്ര ചെയ്തതെന്ന്, എത്ര റിസർവ്ഡ് പാസഞ്ചേഴ്സാണ് അതിൽ കയറിയിരിക്കുന്നത്, എത്ര പേര് അതിൽ കയറിയിട്ടില്ല, എത്ര പേർ ജേർണി ക്യാൻസൽ ചെയ്തു. പാർലമെന്റിൽ ഈ പേപ്പേഴ്സ് എല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അറിയില്ല. നോക്കൂ, അദ്ദേഹത്തിന് സത്യം എന്താണെന്ന് അറിയില്ല. നിങ്ങൾ ലാലു പ്രസാദ് എന്താ പറഞ്ഞതെന്ന് എനിക്കിപ്പോ കാണിച്ചു തന്നല്ലോ. പക്ഷേ ഇത്ര വലിയ കോമഡിയാണ് അതെന്ന് ഞാൻ അറിഞ്ഞില്ല. നിതീഷ് സാർ അദ്ദേഹം ഇതും പറഞ്ഞിരുന്നു. ബീഹാറാണ് ഇതൊക്കെ സഹിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ രാജ്യം മുഴുവൻ ഇത് സഹിക്കണമായിരിക്കും. ഈ വിവരക്കേട് ഈ രാജ്യം മുഴുവൻ സഹിക്കണമെന്നാണോ? റെയിൽവേയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ചാലഞ്ചാണ് ഇത്. തമാശയല്ല.
റെയിൽവേ ആക്ട് ഉണ്ട്. അല്ല, പിന്നെ അദ്ദേഹം പറഞ്ഞ എല്ലാ പാർലമെന്റിൽ കാര്യങ്ങളും അദ്ദേഹം എന്തൊക്കെയാണോ പറഞ്ഞത് ആ ഓരോ പോയിന്റിനും ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഫയർ അന്ന് ആക്സിഡന്റ് ഞാൻ പറഞ്ഞ മറുപടിക്ക് അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ. ഫയർ ഞാൻ ആക്സിഡന്റിന്റെ പറഞ്ഞു വരുന്നത്, കാരണം എന്താണെന്ന് അതായത് താങ്കൾ പറഞ്ഞിരുന്നു. ഞാനിതാണ് പറഞ്ഞത്, ഫയർ ആക്സിഡന്റിനുള്ള കാരണം പോലീസ് അന്വേഷിക്കട്ടെ എന്ന്. പിന്നെ കമ്മീഷൻ ഓഫ് എൻക്വയറി അത് കണ്ടുകൊണ്ട് നിൽക്കല്ലേ. ആ സമയത്ത് മീഡിയയിൽ എല്ലാ റിപ്പോർട്ടും വന്നു കഴിഞ്ഞു. ഇത് ഞാൻ എൻ്റെ പ്രസ്താവനയിൽ പോലും പറഞ്ഞതാണ്. RPFകാർ അവിടെ പോയി അതിന്റെ റിപ്പോർട്ടും അതിനകത്തുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന DRMന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. അത് കോൺഫിഡൻഷ്യലാണ്. അതെന്താണ് അവർ പബ്ലിഷ് ചെയ്യാത്തത്? നിതീഷ് സാർ, ഇത് സത്യമല്ലേ? ഫോറൻസിക് റിപ്പോർട്ട് എന്താണെന്നുള്ള കാര്യം താങ്കൾ ഇതുവരെ പബ്ലിക് ആക്കിയിട്ടേയില്ല. അദ്ദേഹത്തിന് ഇതും അറിയില്ല. ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ട് ആരുടെയാണെന്ന് അറിയില്ല. പോലീസിന്റെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണോ അതുപോലെ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ഉണ്ടാവും. അത് പോലീസിന്റെ കയ്യിലാണ്. ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ റിപ്പോർട്ടിൽ അത് റെയിൽവേ മിനിസ്റ്ററുടെ പക്കൽ വന്നു. ആ സമയത്ത് ഏത് റിപ്പോർട്ടാണോ ഞങ്ങൾക്ക് കിട്ടിയത് അത് ഞങ്ങൾ പാർലമെന്റിൽ ഏൽപ്പിച്ചു. ഞങ്ങൾ ഒരു റിപ്പോർട്ടും മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിച്ചിട്ടുണ്ട്. ലാലു പറഞ്ഞിരിക്കുന്നത് ആ എൻക്വയറി താങ്കൾ പൂർണ്ണമായി മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു. ഞങ്ങൾക്കത് മറച്ചുവെക്കാനുള്ള അധികാരമില്ല. അതെങ്ങനെയാണ് ഒരു റെയിൽവേ മന്ത്രിക്ക്, ഒരു റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് ഇങ്ങനെയൊരു അധികാരം എവിടുന്ന് കിട്ടി? അതെങ്ങനെ ചെയ്യാൻ കഴിയും? ഇതിനേക്കാളും വലിയ നുണ എന്തായാലും വേറെ റെയിൽവേ മന്ത്രിയെ തന്നെ അവര് പറയുന്നത് നുണയാണെന്ന് പാർലമെന്റിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്തതാണ്. മീഡിയക്കാർ പോലും അവര് പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ എക്സ്പോസ് ചെയ്തത് പാർലമെന്റിൽ കൊടുത്ത റിപ്പോർട്ട്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പകരം ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചോളൂ. അത് കഴിഞ്ഞ് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പ്രശ്നം എന്തെന്നാൽ അദ്ദേഹം പറയുന്നത് മാത്രമേ പുറത്തു വരൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല. ബീഹാറിൽ പറയാറുണ്ട് ഇങ്ങനെ വെറുതെ ചളപളാന്ന് സംസാരിക്കില്ലെന്ന്. ഞങ്ങൾക്ക് വളവളാന്ന് സംസാരിക്കുന്ന ശീലമില്ല. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് സീരിയസ് ആയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റെയിൽവേ മന്ത്രി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. പിന്നെ റെയിൽവേ മന്ത്രി ആയതുകൊണ്ട് ഒരാൾ ദൈവമാകില്ലല്ലോ. അവരവരുടെ ഉത്തരവാദിത്വം അവരവർ ചെയ്യും. അത് ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് സർക്കാർ നോക്കിക്കോളുമല്ലോ. നിതീഷ് സാർ, ചോദ്യം ഇതാണ്, കമ്പാർട്ട്മെന്റിൽ എങ്ങനെ തീ പിടിച്ചു എന്നുള്ളത് എന്തുകൊണ്ട് എൻക്വയറി ചെയ്തില്ല? റെയിൽവേ ആക്ടിൽ തന്നെ പ്രൊവിഷൻ ഉണ്ടല്ലോ. ഒരുപക്ഷെ ഏതെങ്കിലും അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് കമ്മീഷൻ ഓഫ് റെയിൽവേ സേഫ്റ്റി അവരുടെ ജോലി നിർത്തും. എന്നിട്ട് എല്ലാ ഡോക്യുമെന്റ്സും എൻക്വയറി ടീമിനെ ഏൽപ്പിക്കും. കമ്മീഷണർ റെയിൽവേ സേഫ്റ്റി വെസ്റ്റേൺ സർക്കിളിൽ ഇങ്ങനെയൊരു സംഭവത്തെ അവർ നിഷേധിച്ചു. എൻക്വയറി നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതും ഞാൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാലു പ്രസാദ് പറയുന്നത് അത് അദ്ദേഹം പൂർണ്ണമായും പുലമ്പുന്നതാണ്. അതാണ് ശരി. പിന്നിത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഞാനിത് ഉറപ്പിച്ചു പറയും, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൽ എന്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡാ അതല്ലെന്ന് പറയാൻ പറ്റുമോ? ഇതിനെക്കുള്ള ചർച്ചകൾ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഇതിലല്ലേ ഉള്ളത്. അദ്ദേഹം എല്ലാ രീതിയിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, പ്രധാനമായും മുസ്ലിം ജമാഅത്തിന് അദ്ദേഹം മെസ്സേജ് കൊടുത്തുകൊണ്ടേയിരിക്കും. വേറൊന്നുമില്ല, അദ്ദേഹം ഇതാണ് ചെയ്യുന്നത്. നിതീഷ് സാർ, മുസ്ലിം ജമാഅത്തിന് താങ്കളും മെസ്സേജ് ചെയ്യാറുണ്ട്. എന്ത് പറയുമെന്ന് വെച്ചാൽ ദളിത് മുസ്ലിംസിന് റിസർവേഷൻ നൽകണമെന്ന്. താങ്കളും അത് പറയാറുണ്ടല്ലോ. ഞങ്ങൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് അവരുടെ അവകാശമാണ്. ഹിന്ദുവിലെ ദളിതർക്ക് ചെയ്യുന്ന പോലെ മുസ്ലിമിലെ ദളിതർക്കും അതുപോലെ തന്നെ ചെയ്യണം. അവരും ദളിതരാണ്. ഹിന്ദു ദളിതർക്ക് എങ്ങനെയാണോ റിസർവേഷൻ കൊടുക്കുന്നത് അതുപോലെ അവർക്കും കിട്ടിയല്ലേ പറ്റൂ. പിന്നെ ആർട്ടിക്കിൾ 341-ൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. കാരണം അവരുടെ വോട്ട് താങ്കൾക്ക് ലഭിക്കാൻ വേണ്ടി. വോട്ടിനു വേണ്ടിയല്ല. ശ്രീ ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ആളുകൾ ഇതിലെ സെക്യുലറിസത്തെ ബലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവര് സംസാരിക്കുന്ന രീതി വെച്ച് കമ്മ്യൂണലിസം കൂടുതൽ സ്ട്രോങ് ആവും. ഇതുകൊണ്ട് സെക്യുലറിസം സ്ട്രോങ് ആവില്ല. നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് സെക്യുലറിസം മോഡിജിയെ സ്ട്രോങ് ആവും. ആർക്കാണ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുക? നരേന്ദ്രമോദിയെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഫുട്ടേജ് ഇപ്പൊ ഇവിടെ കാണിച്ചില്ലേ, ലാലു പ്രസാദ് യാദവിന്റെ? അത് കണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ചിരിച്ചത് കണ്ടതല്ലേ. പിന്നെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ആവുമ്പോൾ ജനങ്ങൾക്കും അത് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഇത് വിഷമകരമായ കാര്യമാണ്. പക്ഷേ ഞാനെന്താ നമ്മൾ എത്ര പറയുന്നത് നാളെന്ന് വെച്ചാൽ എങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക? ബീഹാറിലെ ജനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശപ്പ് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്. 50 ലക്ഷം ജനങ്ങൾ ഓരോ വർഷവും വിശപ്പ് അകറ്റാൻ വേണ്ടി പഞ്ചാബ്, ഹരിയാന, ദില്ലി അങ്ങോട്ടൊക്കെ പലായനം ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് ദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ബീഹാർ എപ്പോഴും ഇങ്ങനെ തന്നെ തുടരണോ? അവിടെയുള്ള ജനങ്ങൾ ലേബേഴ്സായി പുറത്തേക്ക് പോകണോ? കഴിഞ്ഞ 15 വർഷങ്ങളായി ബീഹാർ ജനങ്ങൾ അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം വെറുതെ ചിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടുമോ അതിന്റെ ഡബിളാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിന് ക്ലിയർ കട്ട് മാൻഡേറ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല.
ഇതുവരെ അദ്ദേഹത്തിന് 50% കൂടുതൽ വോട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1990-ൽ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. 1995-ൽ ലാലു പ്രസാദിന്റെ സർക്കാർ അധികാരത്തിൽ വന്നു. വെറും 27.78%-ൽ, അതായത് 28% കുറവ്. പാർട്ടിയുടെ വോട്ട് മുഴുവനും ചിന്നിച്ചെതറിപ്പോയി. അതിനുശേഷം ഞങ്ങൾക്ക് സമതാ പാർട്ടി, പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്നപ്പോ വോട്ട് ചോദിക്കാനുള്ള അവസരം കൂടിക്കൂടി വന്നു. ഈ പ്രാവശ്യം വീണ്ടും ചിതറിപ്പോവുകയാണെങ്കിൽ വീണ്ടും അദ്ദേഹം അങ്ങനെ തന്നെ ഒരിക്കലും നടക്കില്ല. കുറച്ചോട്ട് ചിതറിപ്പോകും. ഇത്തവണ ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ശ്രീ രാംവിലാസ് പാസ്വാനും ഇതുപോലുള്ളൊരു സഖ്യത്തിൽ ചേരണമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അദ്ദേഹത്തിന് ഇതിലേക്ക് വരാൻ കഴിയില്ല. ബാക്കിയൊക്കെ കൃത്യമായിട്ടാണ് പോകുന്നത്. അതായത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5% സഖ്യം ലാലു പ്രസാദിന്റെ, പാസ്വാന്റെ, കോൺഗ്രസിന്റെ, പിന്നെ NCP-യുടെ, പിന്നെ CPM-ന്റെ, ഇവരെല്ലാവരും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർക്ക് കിട്ടിയ വോട്ട് പെർസെന്റേജ് 44%. ജനതാദളും BJP-യും ഒരുമിച്ച് മത്സരിച്ചു. അവർക്ക് 37% വോട്ട് കിട്ടി. രാംവിലാസ് പാസ്വാൻ അവരിൽ നിന്നും വിട്ടുപോയി. അദ്ദേഹത്തിന് 7 to 8 പോയിന്റ് വോട്ടുണ്ട്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വോട്ട് പെർസെന്റേജ് അധികമായി. ലാലുജിയുടേത് 36%, ഞങ്ങളുടേത് 37%. ലാലുജിക്ക് ഒരു ഭൂരിപക്ഷവും കിട്ടില്ല. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് എത്ര സീറ്റ് കിട്ടി അതുപോലെ ഞങ്ങൾക്കും കിട്ടി. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കളിയാണ്. അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇതാണ് പറഞ്ഞത്. അതായത് ലാലു പ്രസാദുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അവർ ഞങ്ങളുടെ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി ലാലു പ്രസാദുമായി സഖ്യമുണ്ടാക്കി. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി നമുക്ക് നോക്കാം. താങ്കൾ ഒരു നല്ല നേതാവാണ്. പക്ഷേ ചില സമയത്ത് താങ്കളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് താങ്കൾ എന്ത് ഡയറക്ഷനാണ് തരുന്നത് എന്ന് പോലും മനസ്സിലാവില്ല. വിള്ളലുണ്ടാവുക എന്നാൽ അതായത് സെൻട്രലിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾക്കിടയിലാണ് സാധാരണ വിള്ളലുണ്ടാവുക. അല്ലെങ്കിൽ UPA-യിൽ ലാലു പ്രസാദിന്റെ പാർട്ടി, രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, പിന്നെ കോൺഗ്രസ് പാർട്ടി, ഇവരെല്ലാരും ചേർന്നാണ് ഭരണം നടത്തുന്നത്. പിന്നെ ബീഹാറിൽ വേർപിരിഞ്ഞു. വിള്ളലുണ്ടായത് അവിടെയാണ്, പ്രതിപക്ഷ പാർട്ടിക്കല്ല. പ്രതിപക്ഷം എങ്ങനെ ഉണ്ടായിരുന്നോ ഇപ്പോഴും അതുപോലെയാണ്. ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി തെരഞ്ഞെടുപ്പ് കളത്തിൽ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, ലാലുവിനെ എതിർക്കുന്നവരെല്ലാം ചിതറിപ്പൊയ്ക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. ഇപ്പോ ലാലുവിന്റെ ശത്രുക്കൾ ആരാണ്? ലാലുവിന്റെ ശത്രു യഥാർത്ഥത്തിൽ ലോക്സഭാ ഇലക്ഷനു ശേഷം, അതായത് രാംവിലാസ് പാസ്വാനാണ്. ഞങ്ങൾ പൂർണ്ണമായും ശ്രമിക്കണം ഏതെങ്കിലും ഒരു വിധത്തിൽ ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകാൻ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങളുടെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുമെന്ന്. പക്ഷേ രാംവിലാസ് പാസ്വാൻജി ആഗ്രഹിച്ചാലല്ലേ. ഞങ്ങളുടെ ഭാഗത്തെല്ലാം ഓക്കെയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ നന്നായി ചിന്തിക്കൂ, എന്നിട്ട് നമുക്ക് ഒരുമിക്കാമെന്ന്. അതായത് ഞങ്ങളുടെ ഈ വാക്ക് അദ്ദേഹം ചെവിക്കൊണ്ടില്ല, അതാണ് സത്യം. ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, മുകളിൽ ആകാശവും താഴെ പാസ്വാനും. ഇത് അദ്ദേഹത്തിന്റെ പഞ്ച് ഡയലോഗാണ്. ഇത് ശരിക്കും പാരമ്പര്യമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഇഷ്ടപ്പെടും.